ചേച്ചി പറയുന്നത് ഗിരിജയുടെ മകന്റെ കല്യാണം നിയമപരമല്ല എന്നാണോ? അതെ, നിയമപരമല്ല. ഇപ്പോ നിലവില് അതിനുശേഷം ആ വിവാഹ വാർത്ത ഭയങ്കര വൈറലായിരുന്നു. എല്ലാവരും പറഞ്ഞു ഗിരിജ നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നടക്കം പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വൈറലായിട്ടും ചേച്ചി പറഞ്ഞ ഈ നിയമവശങ്ങൾ ആരും പുറത്തു പറയുകയോ ഇതിലൊരു സംശയം പ്രകടിപ്പിക്കുകയോ ചെയ്യായിരുന്നത്? എൻ്റെ അഡ്വക്കേറ്റ് മാഡം, ഞങ്ങളുടെ സഖിയുടെ പ്രസിഡന്റ് ഇപ്പോഴും പറയുന്നത് ജനങ്ങളിലേക്ക് കുറേ കാര്യങ്ങൾ ഓൺലൈൻ മീഡിയാസ് എത്തിച്ചിട്ടുണ്ട്. യൂട്യൂബേഴ്സ് കുറേ പേര് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കെതിരെയായിട്ടും യൂട്യൂബേഴ്സ് തിരിയുന്നുണ്ട്. അത് പല കാര്യങ്ങളും പറഞ്ഞാൽ ഞാൻ ക്രെഡിറ്റിന് വേണ്ടിയാണെന്ന്. എൻ്റെ ഫോണിൽ ഇത്രയും വർഷം ഇത്രയും വലിയൊരു എവിഡൻസ് ഞാൻ കരുതി വെച്ചിരുന്നത് എനിക്ക് ക്രെഡിറ്റ് നേടാനാണോ? എൻ്റെ മാഡം പറഞ്ഞതുപോലെ ഞാൻ സമയമാകുമ്പോൾ പുറത്തെടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ സമയത്ത് ഞാൻ പുറത്തെടുക്കും. അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഓരോ തവണ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോഴും മന്ത്രിക്കുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മിനിസ്റ്റർക്ക് കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു, ചൈൽഡ് വെൽഫെയറിന് കൊടുത്തു. എന്നിട്ടും അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവരുടെ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ചേച്ചിക്ക് നിലവിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? എൻ്റെ ഫോണിൽ നിന്ന് 2 ദിവസം എനിക്ക് അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. എടുക്കുമ്പം കട്ടാവുമായിരുന്നു. അതൊഴിച്ചാൽ വേറെ ഒന്നും ഉണ്ടാകില്ല. സൈബർ ആക്രമണം നല്ല രീതിയിലുണ്ട്. ഏതോ ഒരു യൂട്യൂബറുടെ പേരും പറഞ്ഞിട്ടാണ്. നല്ല രീതിയിൽ സൈബർ ആക്രമണമുണ്ട്. നീ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്നവളാ, നിനക്കൊന്നും അറിയത്തില്ല, നീ ആരാടി, നീ ഇത്രയും നാൾ എവിടെ പോയി? ഞാൻ എത്രയും നാൾ ഇതിൻ്റെ പുറകിലായിരുന്നു. ഇത്രയും നാൾ ഞാൻ എൻ്റെ മാഡം പറഞ്ഞ അനുസരിച്ച് തന്നെ ഞാൻ നീങ്ങിയതാ. ഞാൻ ജനങ്ങളിലേക്ക് ഇട്ട് തരാൻ വേണ്ടി ഇരുന്നേ. അങ്ങനെ ഒരു പോസ്റ്റ് വൈറലാവാൻ വേണ്ടി പലപ്പോഴും പോസ്റ്റ് ഇട്ടു. ഇപ്പോഴും കിടപ്പുണ്ട്. 2022 അമ്മ കരയുന്ന വീഡിയോ എൻ്റെ സന്ധ്യാപല്ലവി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അടിച്ചു നോക്കൂ. നിയമ പോരാട്ടം അപ്പോഴും നടത്തുന്നു, ഇപ്പോഴും നടത്തുന്നു. ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ എല്ലാ യൂട്യൂബിലും ദിവസം ഇതിനെക്കുറിച്ച് ഇടാമായിരുന്നു. പക്ഷേ ഞാൻ ഇടാത്തതിൻ്റെ കാരണം അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട്. അവർ ചെയ്തത് വലിയ കാര്യമാണ്. ചേച്ചിയുടെ കയ്യിൽ കുറേ തെളിവുകൾ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ട്, കുറേ വീഡിയോകൾ ഉണ്ടായിരുന്നു. കാരണം ജീവമാതയിൽ എന്താണ് നടക്കുന്നത്, അവിടുത്തെ അന്തേവാസികളുടെ അവസ്ഥകൾ എല്ലാം പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ കയ്യിൽ വീഡിയോകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചേച്ചിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ചേച്ചി പറഞ്ഞതൊരു കള്ളക്കേസായിരുന്നു, അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പോലീസ് തന്നെ ഡിലീറ്റ് ചെയ്യിക്കുകയാണ്. ഒരു പക്ഷേ അങ്ങനെ ഡിലീറ്റ് ചെയ്യിക്കാതിരുന്നിരുന്നെങ്കിൽ ഇന്നീ അവസരത്തിൽ ചേച്ചിക്ക് കാണിക്കാൻ കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ടാവുമായിരുന്നില്ലേ? ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ പോലീസ് അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ട് ഞാനിങ്ങ് പോരുന്നതിന്, ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഞാനും കളഞ്ഞതിന്. പക്ഷേ അന്ന് അങ്ങനെ ഒരു കേസ് കൊടുത്തതാണ്. ഒരു യൂട്യൂബർ പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല, അതിനു മുന്നേ ആൾക്കാർ വന്നിട്ടുണ്ട് തെളിവുമായിട്ടൊരു ഒരു സുറുമി എന്ന് പറയുന്ന ലേഡി ഇങ്ങനെ യൂട്യൂബിൽ പറയുന്നുണ്ട്. അതിന് മുന്നേ ഞാനത് ഫേസ്ബുക്കിലെടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് ഇതിന് മുമ്പേ അങ്ങനെ ഒരു തെളിവുമായിട്ട് ആരെങ്കിലും വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് നിയമപോരാട്ടത്തിന് പോകത്തില്ല. അങ്ങനെ ഒരാൾ പോകട്ടെ എന്ന് വിചാരിച്ച് ഈ ബാക്കി എവിഡൻസും കൂടി ആ വ്യക്തിക്ക് കൊടുത്തേന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുറുമി പറഞ്ഞതുപോലെ പ്ലീസ് ദയവായി ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഈ മീഡിയക്കാർക്ക് കൊടുക്കണം. അവർ സ്ട്രോങ് ആയിട്ട് മുന്നിട്ടിറങ്ങുമ്പം അത് കുറച്ചും കൂടി ബലം ഉണ്ടാവും. ആ ബലത്തിൻ്റെ പുറത്ത് നമുക്ക് എല്ലാവർക്കും ഒരു നല്ല കാര്യം ചെയ്തെന്നുള്ള ആശ്വാസത്തിലിരിക്കാം. ഇനിയും എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ബാലൻസ് വീഡിയോസ് ഒന്നും പുറത്ത് വിടാത്തത്. സൈബർ ആക്രമണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നല്ല രീതിയിലുണ്ട്. അതല്ല, അത് യൂട്യൂബർമാർ തമ്മിലുള്ള എന്തോ പ്രശ്നത്തിൻ്റെ പുറത്താണ്. ഞാൻ ക്രെഡിറ്റ് എടുക്കാനാണെന്നും പറഞ്ഞിട്ടാണ്. അത് എന്ത് ബേസിലാണ് അത് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും വർഷം ഞാൻ ഈ 3 വർഷം എന്ന് പറയുന്നത് എൻ്റേതല്ലാത്ത ഒരു സാധനമാണ് ഞാൻ കയ്യിൽ സൂക്ഷിക്കുന്നത്. എൻ്റെ സ്വകാര്യമല്ലാത്ത ഒരു സംഭവം നമ്മൾ ഇത്രയും വർഷം, അതും ലോങ് ആയിട്ടുള്ള കട്ട് ചെയ്താണ് ഞാൻ ഓരോ വീഡിയോ ഇട്ടിട്ടുള്ളത്. ലോങ് വീഡിയോസൊക്കെ അവർ പറയുന്ന അവരുടെ വിഷമങ്ങൾ, വേദനകൾ എനിക്ക് ചെയ്യാവുന്നതായിട്ട് മാക്സിമം പ്ലീസ് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ചെയ്തു. ഇതിനകത്ത് എൻ്റെ മാഡം പറയുന്ന അനുസരിച്ച് തന്നെ ഞാൻ മൂവ് ചെയ്തു. ഒരിക്കലെങ്കിലും ഇത് ജനങ്ങളിലെത്തും, അവർ ഏറ്റെടുക്കും. അതുവരെ മോള് സൈലൻ്റായി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു അവസരം എനിക്ക് വന്നു, നിങ്ങളിലേക്ക് എത്തി. നിങ്ങളാണ് ഇതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ്, നിങ്ങൾ ജനങ്ങൾക്കാണ്.
ഏറ്റവും കൂടുതൽ. പിന്നെ ഒരുപാട് യൂട്യൂബർമാർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, അവരുടെയൊക്കെ നല്ല രീതിയിൽ റീച്ചായി. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്, കാരണം ഈ വീഡിയോസൊക്കെ ഇപ്പോഴും കാണാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്നെ യൂട്യൂബർമാരുടെ അല്ലാത്ത റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഒരു ദിവസം 10-20 വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോയിൽ ഈ ഒറിജിനൽ ഈ അമ്മമാരെ കുറിച്ചുള്ള ഒറിജിനൽ വീഡിയോ, അവർ കരയുന്നത് അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ അന്തരീക്ഷമുള്ള വീഡിയോസൊക്കെ ഞാൻ പല മീഡിയയ്ക്കും കൊടുത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലിട്ട് അതൊന്നും അധികം ആൾക്കാർ അവരിൽ നിന്നായാലും എന്നിൽ നിന്നായാലും അറിയാതെ പോയി നിരന്തരം ഓരോ കണ്ടൻറ് ഉണ്ടാക്കി ഇടുന്നത് കൊണ്ട് ഇത് മുങ്ങിപ്പോയി. എനിക്കിപ്പോൾ ഒരു വീഡിയോ ഇടാൻ പറ്റും ഒരു ദിവസം. ഞാനിപ്പോൾ 2-3 ദിവസമായി അതിനെക്കുറിച്ചൊന്നും ഇടുന്നില്ല. കാരണം നമ്മൾ ഈ യൂട്യൂബിൽ വന്ന് എന്തെങ്കിലും കാണിച്ച് നാട്ടുകാരെ തെറി വാങ്ങിക്കുന്നതിലും നല്ലത് നിയമപരമായിട്ട് പോയാൽ മതിയെന്ന് വിചാരിച്ചു. ലക്ഷ്മി മരിച്ച് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് മീഡിയക്കാരുമായിട്ട് ആ വീട്ടിലേക്ക് പോയത്. അത് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സമയം വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ എടുത്ത സമയമാണ്. ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ അത് ഏകദേശം എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒരു അനാഥാലയം ചിൽഡ്രൻസ് ഹോം എന്ന് പറയുമ്പം അത് ഏത് വ്യക്തികൾ, സ്വകാര്യ വ്യക്തിയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും ചിൽഡ്രൻസ് ഹോമുകൾ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. 18 വയസ്സാകുന്ന കുട്ടികളെ അവിടുന്ന് 18 വയസ്സാകുമ്പോൾ തന്നെ സാമൂഹ്യ നീതി വകുപ്പിലെ ഡയറക്ടറെ അറിയിച്ച് ആ കുട്ടികളെ മാറ്റേണ്ടതാണ്. നേരത്തെ ഒരു മീഡിയയിൽ ഞാൻ തെറ്റായി പറഞ്ഞു, സോറി, ക്ഷമിക്കണം. മാറ്റേണ്ടതാണ്. അപേക്ഷ കൊടുത്തിട്ട് ആഫ്റ്റർ ഹോമിലേക്കാണ് മാറ്റേണ്ടത്. ആഫ്റ്റർ ഹോമിൽ അവർക്ക് തുടർ പഠനം അവിടെയാണ്. ടെക്നിക്കലായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈത്തൊഴിൽ അങ്ങനെ ജോലി ചെയ്യുവാണെങ്കിൽ അങ്ങനെ, അതല്ല അല്ലാതുള്ള വിദ്യാഭ്യാസങ്ങളാണെങ്കിൽ അങ്ങനെ. അവിടുന്ന് 22 വയസ്സ് കഴിയുമ്പോഴാണ് ഇവരെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുക. ചിൽഡ്രൻസ് ഹോമിൽ ഒരിക്കലും കുട്ടികളെ വിവാഹം കഴിച്ച് അയക്കത്തില്ല. അത് കഴിക്കാത്തത് പിന്നെ അവിടെ കുട്ടികളല്ലേ, അവരെ എങ്ങനെ വിവാഹം കഴിച്ച് വിടും? പിന്നെ ആഫ്റ്റർ ഹോമിൽ നിന്നോ മഹിളാ മന്ദിരത്തിൽ നിന്നോ കുട്ടികളെ വിവാഹം കഴിച്ചു അയക്കാൻ പറ്റും. പക്ഷെ അത് പറയുന്നൊരു വാദം എന്ന് പറഞ്ഞാൽ, ആ മകൾക്ക് 18 വയസ്സായി, അതുകൊണ്ട് മഹിളാ മന്ദിരത്തിലേക്ക് അയക്കണ്ടല്ലോ, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെന്നാണ്. അതും പാടില്ലേ 18 വയസ്സായാൽ? ഇല്ല, വിവാഹങ്ങൾ നടക്കേണ്ട ചിൽഡ്രൻസ് ഹോമിലല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതും നടക്കേണ്ടത് ആഫ്റ്റർ ഹോമിലോ പിന്നെ മഹിളാ മന്ദിരത്തിലോ ആണ്. അപ്പോൾ അങ്ങനെ മാറ്റുന്ന സ്ത്രീകൾക്ക് ആരെങ്കിലും ഒരാൾ വിവാഹാഭ്യർത്ഥനയായിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്നുള്ള താല്പര്യത്തോടെ വരുവാണെങ്കിൽ ആ വ്യക്തി പിന്നെ ഇവിടെ ഒരു സൂപ്രണ്ടിനാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ജില്ലാ സൂപ്രണ്ടിന്, സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സൂപ്രണ്ടിനാണ് അപേക്ഷ കൊടുക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഞാൻ CWC സൂപ്രണ്ടിനാന്ന് തെറ്റി പറഞ്ഞു, സോറി, ക്ഷമിക്കണം. അപ്പം സൂപ്രണ്ടാണ് ജില്ലാ ഓഫീസർക്ക് ഇത് അയച്ചു കൊടുക്കുന്നത്. ജില്ലാ ഓഫീസറാണ് പ്രൊബഷണറി ഓഫീസർക്ക് ഇതിൻ്റെ ഫയൽ കൊടുക്കുന്നത്, അതായത് ഈ പയ്യനെക്കുറിച്ച് അന്വേഷിക്കാൻ. അപ്പം പെട്ടെന്നൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല, കുറഞ്ഞത് 6 മാസം എടുക്കും. അപ്പം ഇവരന്വേഷിച്ച് ബോധ്യപ്പെടുത്തി റിപ്പോർട്ട് കൊടുക്കേണ്ടത് പയ്യൻ്റെ ജോലി, സാമ്പത്തിക ഭദ്രത, വിദ്യാഭ്യാസം, പിന്നെ കുടുംബ പശ്ചാത്തലം, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അത് ഇതിലേ പോകുന്നവരടുത്തൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അത് 6 മാസം കൊണ്ട് അദ്ദേഹം അത് ഇറങ്ങി തിരിച്ച് കണ്ടുപിടിച്ച് റിപ്പോർട്ട് എഴുതി കളക്ടറെ മേശയിൽ എത്തണം. ആ റിപ്പോർട്ട്, ഈ കൊടുത്ത റിപ്പോർട്ട് ഗുഡ് ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫയൽ സൈൻ ചെയ്ത്, അതായത് ജില്ലാ ഭരണാധികാരി കൂടിയായ ഈ ചിൽഡ്രൻസ് ഹോമിൻ്റെയൊക്കെ ഭരണാധികാരി കൂടിയായ ഇദ്ദേഹം ഫയലിൽ ഒപ്പിട്ട് വേണം ഈ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് വരാനും ഇവിടുന്ന് വേണം ഈ പ്രസ്തുത സ്ഥാപനത്തിലേക്ക് പോകാനും. ഈ പ്രക്രിയ ഇങ്ങനെ എല്ലായിടത്തും തുടർന്നുകൊണ്ടേയിരിക്കും. അതല്ല ഈ പയ്യൻ ഇങ്ങനൊരു നടത്താൻ പറ്റില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ സാമ്പത്തിക സ്ഥിതിയോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവമാണ് റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ ഫയൽ അവിടെ മടങ്ങുക തന്നെ ചെയ്യും. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തിയുടെ ബന്ധുവിനോ അല്ലെങ്കിൽ മകൾക്കോ മകനോ ആരോ ആകട്ടെ, അവർക്ക് ആർക്കും ഇങ്ങനെ വിവാഹം കഴിക്കാനുള്ള നിയമമില്ല.
ഇനി അടുത്തതായിട്ട് പുള്ളിക്കാരത്തി എനിക്കൊരു എക്സ്പ്ലനേഷൻ വീഡിയോ തന്നിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്നത് CWC ചെയർമാനാണ് വിവാഹം നടത്താനായിട്ട് ലെറ്റർ കൊടുത്തതെന്ന്. ഒരു പാർട്ടിയുടെ നോമിനിയായ അദ്ദേഹത്തിന് ഒരിക്കലും സർക്കാരിൻ്റെ നിയമവ്യവസ്ഥയിൽ കൈവയ്ക്കാൻ പാടുള്ള ആ നോൺസിനകത്ത് കൈവയ്ക്കാനുള്ള അർഹതയില്ല. കാരണം അദ്ദേഹമാണോ ഈ കുട്ടികളെ നിയന്ത്രിക്കുന്നത്. 5 വർഷത്തേക്ക് മാത്രം ആ പാർട്ടിയിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഇരുത്തുന്ന ഒരു വ്യക്തിയാണ് ചെയർമാൻ. ചെയർമാനിന് ഒരിക്കലും സർക്കാർ ഫയലിൽ കൈവയ്ക്കേണ്ട അധികാരമില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഈ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നതിന് ശേഷമുള്ള സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇത്രയും വലിയൊരു വീഴ്ച ഉണ്ടായിട്ടും ഇതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന പിന്നെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതാണ്. ഈ എവിടെയാണോ വീഴ്ച വന്നത് അത് കണ്ടെത്തി അദ്ദേഹത്തിനും തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. പിന്നെ ഈ സ്ഥാപനം അടച്ചു പൂട്ടുകയോ അതല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത് നടത്തുകയോ ചെയ്യണം. അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ സ്വത്തുവകൾ, അതായത് നിത്യവൃത്തിക്ക് പോലും സാമ്പത്തികം ഇല്ലാതിരുന്ന ഈ ഗിരിജ മാഡത്തിന് ഇത്രയും വലിയ ഒരു എമൗണ്ട് അല്ലെ സാമ്പത്തിക ഭദ്രത എവിടുന്ന് വന്ന് ഈ പ്രസ്ഥാനം എങ്ങനെ കെട്ടി ഉയർത്താൻ പറ്റിയെന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. കൂടാതെ ഇവരുടെ സ്വന്തം പേരിൽ 11 സെൻറ്റ് 20 സെൻറ്റ് 11 സെൻറ്റ് എന്ന രീതിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. CWC വെച്ച് കൊടുത്ത ഈ ബിൽഡിങ് കുട്ടികളുടെ ആ ബിൽഡിങ് എങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയിൽ? അതല്ല എങ്കിൽ കുറച്ച് സ്ഥലം മാത്രമാണ് CWCയുടെ പേർക്ക് എഴുതി കൊടുത്തതെങ്കിൽ അതൊക്കെ എന്താണെന്നുള്ളത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വിടേണ്ടതാണ്. പിന്നെ ഈ സ്വത്തുവകകൾ സർക്കാർ കണ്ടുകെട്ടി സർക്കാരിലേക്ക് ചേർക്കേണ്ടതാണ്. നിയമപരമായിട്ട് പോകാനാണ് താല്പര്യം. ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ അപേക്ഷ കൊടുക്കണം ഇതൊക്കെ. ചേച്ചി ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തത് എങ്ങനെയാണ്? ഞാൻ ഈ 3 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. ഒരു നിയമോപദേശം ഇങ്ങനെയാണ് ഇങ്ങനെ പോളിസികളിൽ നിന്ന് ചേച്ചിക്ക് ആരാണ് പറഞ്ഞു തന്നത്? ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണോ? അതെ, ഉദ്യോഗസ്ഥർ തന്നെയാണ്. എൻ്റെ സഖി എന്ന് പറയുന്ന സംഘടനയിൽ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്, കുറേ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന കുറച്ച് പേരും അഡ്വക്കേറ്റ്, അതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മാഡം അഡ്വക്കേറ്റാണ് കുമാരി ജയ മാഡം. പിന്നെ പുള്ളിക്കാരത്തിയാണ് പറഞ്ഞത് കോംപ്രമൈസ് ചെയ്തപ്പോൾ സ്റ്റേഷനിൽ ചെന്ന് എവിഡൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് വിട്ടേക്കുക, എന്നിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാഡത്തിൻ്റെ അഭിപ്രായമായിരുന്നു. മാഡമാണ് പറഞ്ഞത് കാത്തിരിക്കൂ, നമുക്ക് സമയം വരും. അപ്പം ഓരോ സമയവും ഞാൻ ഇവർക്ക് വേണ്ടി ഇത് മാന്തിപ്പൊളിക്കും, നിങ്ങളെ പുറത്തെടുക്കുമെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരുന്നു. ഇവരുടെ മകൻ്റെ കല്യാണത്തിനും ഈ പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു.